സുഡാനിലോ മറ്റോ ഉള്ള ഒരു 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 പയ്യൻ ഒരു ഷേഖിനോട് ചോദിക്കുക, ബാങ്ക് കേൾക്കുമ്പോഴേ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമോ, നോമ്പ് ശരിയാവുമെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റുമേ. ആഹാരം കഴിക്കാതിരുന്നാൽ നോമ്പ് ശരിയാവുമെന്ന് ചോദിക്കാം. കാര്യം ആഹാരം ഇല്ല. റമദാനിൽ നിങ്ങൾ നോക്കിയാൽ അറിയാ, എല്ലായിടത്തും ഫുഡുണ്ട്. ലേബർ ക്യാമ്പിലൊക്കെ എല്ലാവരും ഫുഡ് കൊടുക്കില്ലേ, അല്ലേ? നമ്മള് സദക്ക കൊടുക്കില്ലേ, സക്കാത്ത് ചെയ്യില്ലേ? എല്ലാവർക്കും കൊടുക്കുന്ന മാസമല്ലേ റമദാൻ കഴിഞ്ഞാലോ? നമ്മൾ ഈ കൊടുക്കലിന്റെ ഫ്രീക്വൻസി കുറയ്ക്കും, ചിലപ്പോ ഇല്ലാതെയോ. 30 ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് 335 ദിവസവും നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ്. അതിന് ആത്മീയമായ ഒരു ആരോഗ്യവും മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യവും വേണം. പട്ടിണി കിടക്കുന്നത് ഡയറ്ററി എക്സസൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ അത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഓഫ് കോഴ്സ് യെസ്. പക്ഷെ ആ പട്ടിണി കിടക്കുന്ന കുറെ മനുഷ്യരുടെ വേദനയും കൂടെ ഞാൻ ഉൾക്കൊള്ളുമ്പോഴാണ് ആത്മീയമായ ആരോഗ്യം കിട്ടുക. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മാനസികമായ ആരോഗ്യം കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? ഫുഡ് കഴിക്കാതിരുന്നാൽ ശാരീരികമായ ആരോഗ്യം വരും, അല്ലേ? നമ്മുടെ ഫാറ്റ് ഒക്കെ ബാണാവും, നമ്മളുടെ ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ റിഫ്രഷ്ഡ് ആവും. പക്ഷേ അങ്ങനെ കിടക്കുന്ന കുറെ മനുഷ്യരുണ്ടല്ലോ പടച്ചോനെ പുറത്ത്. അപ്പൊ അങ്ങനെയുള്ള കുറെ മനുഷ്യരെ 335 ദിവസവും നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ചിന്ത മനസ്സിലുണ്ടാവണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൃദയം നമുക്ക് വേണം. ഹൃദയം വേണം. സൂറത്ത് മുൽക്കിലെ പടച്ചോൻ പറയുന്നത്, നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും ഹൃദയവും തന്നു, എന്നിട്ടും നന്ദി കാണിക്കുന്നില്ല. കാഴ്ചയും കേൾവിയും ഹൃദയവും തന്നു, എന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല. കാരണം കാണേണ്ടതും കേൾക്കേണ്ടതും കണ്ണുകൊണ്ടല്ല, കാതുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാ. എന്നാലേ നന്ദി കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ മനുഷ്യർ പട്ടിണി കിടക്കുന്നു എന്റെ ചുറ്റുമെന്ന് എനിക്ക് അറിയാം, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ കുറെ മനുഷ്യർ വേദനിക്കുന്നു എന്ന് എനിക്കറിയാം, ഉറപ്പാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ തൊഴിൽ കൊണ്ട്, എന്റെ ജോലിയിൽ നിന്ന് ഞാൻ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു പെർസെന്റേജ് ഞാൻ മാറ്റി വെക്കണം. എല്ലാവർക്കും പറ്റും. അതിന് കച്ചവടക്കാരനൊന്നും ആവണ്ട. 2000 ദിറംസ് 1000 ദിറംസ് ശമ്പളം ഉള്ളവനും 1 ദിറംസ് മാറ്റി വെക്കാൻ പറ്റില്ലേ? 1 ദിറംസ് ആഴ്ചയിൽ 4 ദിവസം, 4 ആഴ്ചയാകുമ്പോ 4 ദിറംസ് ആയില്ലേ? 4 ദിറംസ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ എത്ര രൂപയായി? 100 രൂപയില്ലേ? ഒരു മാസം 100 രൂപ സേവ് ചെയ്യാൻ പറ്റിയില്ലേ? 5 മാസമായപ്പോ 500 രൂപയില്ലേ? ഒരു മനുഷ്യന് ഒരു ദിവസം, അല്ലേ, ഒരു നേരമൊക്കെ മരുന്ന് മേടിക്കാനുള്ള പൈസ ഇല്ലേ? ഏതോ ആശുപത്രി കിടക്കുന്ന ഏതോ രോഗിക്ക് കുറെ ദിവസത്തെ മരുന്നിനുള്ള വക 1 ദിറംസ് സേവ് ചെയ്താൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, തിരിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനൊരു തീരുമാനം എടുക്കണം. അത് ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മൾ കരുതുന്നത് അത് അയാൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നല്ല, അത് എന്റെ ആരോഗ്യത്തിന് വേണ്ടിയാ. എന്റെ ആരോഗ്യം, ആത്മീയ ആരോഗ്യം. ഈ ദുനിയാവിൽ എനിക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഞാൻ ആത്മീയമായി സ്ട്രോങ് ആവണം. അതിന് ഞാൻ 1 ദിറംസ് ഇൻവെസ്റ്റ് ചെയ്യും. ഏതോ രോഗിക്ക് ഞാൻ മരുന്ന് മേടിച്ചു കൊടുക്കും, ആത്മീയമായി ഞാൻ സ്ട്രോങ് ആവും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ദിവസം എന്തായാലും പോകണം. പോകുമ്പോ എനിക്ക് പറയാൻ പറ്റും, പടച്ചോനെ എന്താണ് എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ, ഞാൻ അത്രയും ചെയ്തു.